ഹായ് ഓൾ, കറണ്ട് അഫേഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. 2025 വേൾഡ് മൊണുമെൻറ്റ്സ് വാച്ച് ലിസ്റ്റിൽ അടുത്തിടെ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഏത് പൈതൃക സ്ഥലമാണ്? ഹൈദരാബാദിലെ മൂസി നദി ചരിത്ര കെട്ടിടങ്ങളും ഗുജറാത്തിലെ ഭുജ് ചരിത്ര ജല സംവിധാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളുള്ള രാജ്യം ഇറ്റലിയാണ്. 60 സൈറ്റുകളാണ് ഇറ്റലിയിലുള്ളത്. 2025 യുനെസ്കോയുടെ പുതിയ പുസ്തക തലസ്ഥാനമാണ് റിയോ ഡി ജനീറോ, ബ്രസീൽ. അപ്പോൾ 2025 യുനെസ്കോയുടെ പുസ്തക തലസ്ഥാനം ഏതാണ്? അത് റിയോ ഡി ജനീറോ, ബ്രസീലാണ്. അടുത്തത് 2025 യുനെസ്കോ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ഏത് നഗരത്തിലാണ്? പാരീസിലാണ്. പൊതുസഭയുടെ 25ാമത്തെ സമ്മേളനമാണ് 2025 നവംബർ 11 എവിടെ വെച്ചാണ് നടക്കുന്നത്? ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിലും അതുപോലെ തന്നെ 2025 നവംബർ 24, 25 തീയതികളിൽ പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്തുമാണ് നടക്കുന്നത്. അടുത്തത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ സ്ഥലം ഏതാണ്? അത് ഗാലപ്പാഗോസ് ദ്വീപുകളാണ് കേട്ടോ. അതുപോലെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 4 സ്ഥലങ്ങളുള്ള ഒരേ ഒരു നഗരമാണ് കോർഡോബ. 2025 ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ പൈതൃക നഗര സർട്ടിഫിക്കറ്റ് ലഭിച്ച നഗരം അഹമ്മദാബാദാണ് കേട്ടോ. പൈതൃക നഗര സർട്ടിഫിക്കറ്റ് 2025 ആദ്യം കിട്ടിയത് അഹമ്മദാബാദ്. ഇന്ത്യയിൽ 44ാമത് യുനെസ്കോ ലോക പൈതൃക സ്ഥലം ഏതാണ്? ഇന്ത്യയിലെ മറാത്ത സൈനിക ഭൂപ്രകൃതിയാണ് കേട്ടോ. യുനെസ്കോയുടെ ലോകസ്ഥലമായ അണ്ടർഗ്രൗണ്ട് നദിക്ക് പേര് കേട്ട ദ്വീപാണ് പ്യൂർട്ട പ്രിൻസെസ. യുനെസ്കോ അടുത്തിടെ സംഗീത നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരമാണ് ഗ്വാളിയർ. സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനുള്ള ആപ്പാണ് ശൈലി ആപ്പ്. ട്രാൻസ്ജെൻഡറുകൾ തിരിച്ചറിയൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകാൻ ആർക്കാണ് ചുമതല? അതാരാണ് നൽകുന്നത്? ജില്ലാ മജിസ്ട്രേറ്റ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഡിസൈൻ സൂ എവിടെയാണ് വരുന്നത്? അത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. ഉദ്ഘാടനം എന്നാണ്? 2025 ഒക്ടോബർ 28 ഇത് രൂപകൽപ്പന ചെയ്തത് ജോൺ ചാൾസ് കോയാണ്. അടുത്തത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള ജീവൻ രക്ഷാ മരുന്നാണ് മിൽറ്റിവോസിൻ. മിൽറ്റിവോസിനാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള ജീവൻ രക്ഷാ മരുന്ന്. രോഗികളുടെയും വയോജനങ്ങളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും പരിചരണത്തിന് പരിശീലനം നേടിയ എക്സിക്യൂട്ടീവുകളുടെ സേവനം ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് K4KR. അടുത്തത് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയനിലെ 11ാം അംഗരാജ്യം കിഴക്കൻ ടിമോറാണ്. ടിമോർ ലെസ്റ്റ. തായ്ലൻഡ് കംബോഡിയ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് ആരാണ്? ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലാണ്. 55 മീറ്ററാണ് നീളം. അടുത്തത് കേരളത്തിലെ വാഗമണ്ണിൽ 40 മീറ്റർ നീളമുള്ള കണ്ണാടി പാലത്തിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. വിശാഖപട്ടണത്തെ കൈലാസഗിരിക്ക് മുകളിലാണ് ഈ ആന്ധ്രാപ്രദേശിലെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിരിക്കുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 262 അടി ഉയരത്തിലാണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കാണ് കോഴിക്കോട് മാനാഞ്ചിറ. അടുത്തത് ഗുജറാത്തിലെ ഇന്ത്യ പാക് അതിർത്തിയായ സർ ക്രീക്കിൽ ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസമാണ് തൃശൂല്. ഗുജറാത്തിലെ ഇന്ത്യ പാക് അതിർത്തിയിലാണ് കേട്ടോ തൃശൂല്. 22ാമത് ആസിയൻ ഉച്ചകോടിയുടെ വേദിയാണ് ക്വാലാലംപൂർ, മലേഷ്യ. അധ്യക്ഷത വഹിക്കുന്നത് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ അത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അടുത്തത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് മോൻത. മോൻത എന്ന പേര് നൽകിയത് തായ്ലാൻഡാണ്. മോൻത എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് മണമുള്ള പൂവ് എന്നാണ്.
ഫെബ്രുവരിയിൽ സർക്കാർ ആരംഭിച്ച അർബുദ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. അടുത്തത് രാജ്യത്തെ സ്കൂളുകളെ മാതൃകാപരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ PM ശ്രീ. കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത് 2022 സെപ്റ്റംബർ 7-നാണ്. കേരളം, തമിഴ്നാട്, പഞ്ചാബ്, ഡൽഹി, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ പദ്ധതിയിൽ അംഗമായിരുന്നില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. കേരള വിദ്യാഭ്യാസ മന്ത്രിയാണ് V ശിവൻകുട്ടി. അടുത്തത് തീരമേഖലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം പദ്ധതി. ഫിഷറീസ് വകുപ്പിൻ്റെ സഹകരണത്തോടെ നോളജ് എക്കോണമി മിഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തത് ചൈനയിൽ നടന്ന ലോക ആർച്ചറി ലോകകപ്പിൽ വെങ്കലം നേടിയ ഇന്ത്യൻ വനിതാ താരമാണ് ജ്യോതി സുരേഖ. അടുത്തത് 2025 ഓഗസ്റ്റിൽ ജനിതകമായി എഞ്ചിനീയറിംഗ് ചെയ്ത എഷൈറിച്ചിയ കോളി ഈ കോളി ബാക്ടീരിയകൾക്ക് ഇലക്ട്രോണിക്സുമായി നേരിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്ന ഏത് ബാക്ടീരിയയായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ തെളിയിച്ചത്. അതായത് സ്വയം പ്രവർത്തിക്കുന്ന കെമിക്കൽ സെൻസറുകളായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അടുത്തത് 2025 ജൂലൈയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇഗ്നോയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായി നിയമിതരായത് ആരാണ്? പ്രൊഫസർ ഉമ കാഞ്ചിലാലാണ് കേട്ടോ. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായി 2025 സെപ്റ്റംബറിൽ NCCF മുംബൈയിൽ മുംബൈ വാനുകൾ വഴി സബ്സിഡി നിരക്കിൽ ഉള്ളി വിൽക്കാൻ തുടങ്ങി. NCCF എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. 2025 ജൂലൈയിൽ ഇന്ത്യൻ സൈന്യം ഒറ്റ ആം ബ്രിഗേഡുകൾ, കാലാൾപ്പട, ടാങ്കുകൾ, പീരങ്കികൾ, എഞ്ചിനീയർമാർ, UAVകൾ, പ്രത്യേക സേനകൾ എന്നിവ സംയോജിപ്പിച്ച് സംയോജിത യുദ്ധ യൂണിറ്റുകളായി പുനഃക്രമീകരിക്കാൻ തുടങ്ങി. ഈ യൂണിറ്റുകളെ എന്താണ് വിളിക്കുന്നത്? രുദ്ര ഓൾ ആംസ് ബ്രിഗേഡുകൾ. 2025 ജൂണിൽ പുറത്തിറങ്ങിയ സുസ്ഥിര വികസന റിപ്പോർട്ടിൻ്റെ 2025 പതിപ്പ് പ്രകാരം സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 99. 2025 ഓഗസ്റ്റിൽ അക്കാദമിക് ഗവേഷണത്തിന് സൈനിക ആവശ്യങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി മദ്രാസ് IITയിൽ ആർമി സ്റ്റാഫ് മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഉദ്ഘാടനം ചെയ്ത സൗകര്യമാണ് അഗ്നിശോധ് ഇന്ത്യൻ ആർമി റിസർച്ച് സെല്ല്. ഇന്ത്യ ചന്ദ്രയാൻ 2 ദൗത്യം ആരംഭിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2034 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. 2034 സൗദി അറേബ്യ. 2025 ഓഗസ്റ്റിൽ ഇന്ത്യ ആദ്യത്തെ AI അധിഷ്ഠിത അംഗൻവാടി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ഇത് ബാല്യകാല വിദ്യാഭ്യാസത്തിലെ ഒരു പ്രധാന പുരോഗതിയെ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അംഗൻവാടി എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ജില്ലയിലെ വാന്താനം ഗ്രാമത്തിലാണ് കേട്ടോ. സൈലൻറ്റ് വാലിയിൽ നിന്നും പുതിയ 6 ഇനം തുമ്പികളെ കണ്ടെത്തിയിരിക്കുന്നു. നിശബ്ദ താഴ്വരയിൽ നിന്നും ഇതുവരെ കണ്ടെത്തിയ തുമ്പികളുടെ എണ്ണം 109 ആയിരിക്കുന്നു. അപ്പോൾ കണ്ടെത്തിയ പുതിയ തുമ്പികളാണ് പുള്ളിവാലൻ ചോലക്കടുവ, ചൂടൻ പെരുങ്കണ്ണൻ, നിഴൽ കോമാരം, നീലക്കഴുത്തൻ നിഴൽ തുമ്പി, വയനാടൻ അരുവിയൻ, മഞ്ഞക്കറുപ്പുള്ള മുളവാലൻ. ഇന്ത്യയിലെ ആദ്യ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലാണ് യാനം. ഇതിൻ്റെ വേദി എവിടെയാണ്? വർക്കല. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാണ് അഹമ്മദാബാദ്. ഇന്ത്യ ആദ്യമായി ഗെയിംസിന് വേദിയായത് 2010 ന്യൂഡൽഹിയിലാണ്. US പുറത്ത് ഗൂഗിളിൻ്റെ ഏറ്റവും വലിയ AI ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണത്താണ്. അടുത്തത് ഗൂഗിൾ ക്ലൗഡ്സിൻ്റെ ആഗോള CEO ആയ മലയാളിയാണ് തോമസ് കുര്യൻ. ഒളിമ്പിക്സ് മാതൃകയിൽ ഒരുക്കുന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ, ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ്, ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയൽ. വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്.
ഇനി നമുക്ക് കുറച്ച് കേന്ദ്ര പദവികൾ നോക്കാം. പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. പ്രസിഡന്റ് ദ്രൗപദി മുർമു 15ാമത്തെയാണ്. വൈസ് പ്രസിഡന്റ് ഇപ്പോഴാണ് CP രാധാകൃഷ്ണനാണ്, അത് 15ാമത്തെയാണ്. ജഗദീപ് ധൻഖർ മാറി CP രാധാകൃഷ്ണനാണ് കേട്ടോ. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി, സോളിസിറ്ററി ജനറൽ തുഷാർ മേത്ത, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി 52ാമത്, അതും ഇപ്പോൾ മാറും എന്നൊക്കെ പറയുന്നു അല്ലേ. ഇന്ത്യയുടെ ലോക്പാലാണ് AM ഖാൻവിൽക്കർ, അജയ് മാണിക് റാവു ഖാൻവിൽക്കർ. ISRO ചെയർമാൻ V നാരായണൻ. വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. ആൻഡ് UN-ന്റെ സ്ഥിരം പ്രതിനിധിയാണ് പർവതൻജി ഹരീഷ്. ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. എത്രാമത്തെയാണ്? 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. CAG സഞ്ജയ് മൂർത്തിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ V സുബ്രഹ്മണ്യനാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറോ? അത് ഹീരാലാൽ സമരിയ. UPSCയുടെ ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹ. ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മെഹന്തി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര 26ാമത്തെയാണ്. ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാനാണ് പ്രകാശ് ശ്രീവാസ്തവ. നമാഡ് ചെയർമാൻ KV ഷാജിയാണ്. നീതി ആയോഗിൻ്റെ CEO ആണ് BVR സുബ്രഹ്മണ്യൻ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയും. നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. അതുപോലെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൗശിക്. കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ V നാഗ്ദാസ്. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹാൻസ് രാജ് ഗംഗാറാം. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യസഭാ നേതാവ് JP നദ്ദ. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർമാനാണ് വിജയ് കിഷോർ രഹത്കർ. അതുപോലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. വിക്രം സരാഭായി സ്പേസ് സെൻറ്റർ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ. സെബി ചെയർമാനാണ് തുഹിൻ കാന്ത പാണ്ഡെ. IRDA ചെയർമാൻ ദേബാശിഷ് പാണ്ഡ. UGC ചെയർമാൻ വിനോദ് ജോഷി. SBI ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. അതുപോലെ പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ്. CBI ഡയറക്ടറാണ് പ്രവീൺ സൂദ്. റോ ഡയറക്ടറാണ് രവി സിൻഹ. DRDO ചെയർമാനാണ് സമീർ V കാമത്ത്. LIC ചെയർമാൻ സിദ്ധാർത്ഥ് മെഹന്തി. BCCI പ്രസിഡന്റ് റോജർ ബെന്നി. BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. ICC ചെയർമാൻ ജയ് ഷാ. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശക്തികാന്ത ദാസ്. നാറ്റോയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടോറസ്. അടുത്തത് ലോക തപാൽ ദിനം ഒക്ടോബർ 10. ഇന്ത്യ മഷ്റൂം സമ്മിറ്റ് 2025 വേദിയാണ് ബംഗളൂരു. തമിഴ്നാടിൻ്റെ 4ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി വിജ്ഞാപനം ചെയ്തത് നാഗമല കുന്നിൻ പ്രദേശം ഈറോഡ്. ഭൂഗർഭ ജല പുനരുജ്ജീവനവും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി നീരിധരൈ നാളെ വാട്ടർ ഇൻ ഫ്യൂച്ചർ സംരംഭം ആരംഭിക്കുന്നത് കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പാണ് മുംബൈ 1. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി വരുന്ന സിനിമയിൽ ഉമ്മൻചാണ്ടിയായി വേഷമിടുന്നത് ബാലചന്ദ്ര മേനോൻ. കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ആദ്യ ഫുട്ബോളറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ.
സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തത് സഞ്ജു സാംസണെയാണ്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഇന്ത്യ ശ്രീലങ്ക. നവജാത ശിശുക്കൾക്ക് ശരീരത്തിൽ ആവശ്യമായ താപനില ക്രമീകരിക്കുന്ന ഉപകരണങ്ങൾക്ക് റേഡിയൻ്റ് ബേബി വാർമർ യൂണിറ്റ് വികസിപ്പിച്ചത് കെൽട്രോൺ ആണ്. കുടുംബാംഗങ്ങളെ സന്തോഷപ്രദമാക്കി ഓരോ കുടുംബത്തിൻ്റെയും സാഹചര്യങ്ങൾ വിലയിരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹാപ്പി കേരളം പദ്ധതി. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവരെയും കറണ്ട് അഫേഴ്സുമാണ് പഠിച്ചത്. കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കുമെന്ന് ഞാൻ കരുതുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫേഴ്സ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് ഇടുക. സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.